ലേവ്യ പുസ്തകം അധ്യായം 16. അഹരോന്റെ 2 പുത്രന്മാരെ ഹോട് സന്ധിയിൽ അടുത്ത് എന്നിട്ട് മരിച്ചുപോയ ശേഷം മോശയോട് അരുളി ചെയ്തതെന്നാൽ കൃപാസനത്തിൽ മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നതുകൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിനും വിശ്രമത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. പാപയാഗത്തിനൊരു കാളക്കിടാവിനോടും ഹോമയാഗത്തിനൊരു ആട്ടുകോടിനോടും കൂടെ അഹരോൻ വിശ്രമത്തിൽ കിടക്കണം. അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശ്രമമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മുടിയും വെക്കണം. ഇവ അവിശുദ്ധ വസ്ത്രമാക്കിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് 2 കോലാട്ടുകോടിനെയും ഹോമയാഗത്തിന് 1 ആട്ടുകോടിനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകോടിനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ യഹോവയുടെ യഹോവയ്ക്ക് എന്നൊരു ചീട്ടും അസസ്സേലിന് എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുകോടിനെ ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകോടിനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസസ്സേലിന് ചീട്ട് വീണ കോലാട്ടുകോടിനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ അസസ്സേലിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധി ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അറക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണ്ണം കൈനിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കാൻ ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവനെ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടണം. അവൻ കാലയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തന്നെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിന് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കോലാട്ടുകോടിനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിൻ്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുമ്പിൽ തളിക്കണം. ശ്രമങ്ങളുടെ ശുദ്ധീകരണ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശ്രമത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവർ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശ്രമത്തിൽ പ്രായശ്ചിത്തം കഴിക്കാൻ കടന്നിട്ട് പുറത്തു വരുന്നവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിൻ്റെ സർവ്വസ്വയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിൽ ചെന്ന് അതിനും പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകോടിൻ്റെ രക്തവും കുറേശ്ശെ എടുത്ത് പീഠത്തിന് കൊമ്പുകളിൽ ചുറ്റും പരത്തണം. അവൻ രക്തം കുറേ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശ്രമത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ചു തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകോടിനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകോടിൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകോടിൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകോടിന് അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യ പ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ടുകോടിനെ മരുഭൂമിയിൽ വിടണം. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശ്രമനിരത്തിൽ കിടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം നീക്കി അവിടെ വെച്ചേക്കണം. അവനൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്ത് വന്ന് എൻ്റെ ഹോമയാകവും ജനത്തിൻ്റെ ഹോമയാകവും അർപ്പിച്ച് തനിക്കും ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പാപയാഗത്തിന് മേധസ്സി യാഗപീഠത്തിനെ ദഹിപ്പിക്കണം. ആട്ടുകോടിനെ അസസ്സേലിന് കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. വിശ്രമനിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുകോടിനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം. അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ ചുട്ടുകളഞ്ഞാൽ വസ്ത്രമണിക്ക് ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം ദിവസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. സ്വദേശി നിങ്ങളുടെ പാർക്കുന്ന പ്രദേശിയും യാതൊരു വേലയും ചെയ്യരുത്. ആ ദിവസത്തിലല്ല യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങൾ നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ദമായിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകും. അപ്പന് പകരം പുരോഹിത ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പ്രായശ്ചിത്തം കഴിക്കണം. അവന് വിശുദ്ധ വസ്ത്രമായ പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് വിശ്രമനിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതന്മാർക്കും സഭയുടെ ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവ മോശെയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു.